ഇനി നമുക്ക് എറണാകുളത്തേക്കാണ് പോകേണ്ടത്. എറണാകുളം എന്നത് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കൂടിയായിട്ടുള്ള ഒരു ഭൂപ്രദേശം ആണ് എന്ന് നമുക്കറിയാം. അവിടെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് കൊച്ചിയും. അവിടെ കോർപ്പറേഷൻ പിടിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. നിരവധിയായ പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് കിഴക്കമ്പലം ഉൾപ്പെടുന്ന പ്രദേശത്ത് 2020 സാന്നിധ്യം കൊണ്ടുകൂടി തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകുന്ന പ്രദേശങ്ങൾ ഉണ്ട്. ഒരു ഭാഗത്ത് UDF, LDF, BJP, ചിലയിടങ്ങളിൽ 2020, അത്തരം വളരെ ശക്തമായ ചതുഷ്കോണ മത്സരങ്ങൾ നടക്കുന്ന ചില വാർഡുകൾ പോലും ഉണ്ട്. എന്നാൽ കൊച്ചി കോർപ്പറേഷൻ തന്നെയാണ് ഇതിൻ്റെ ശ്രദ്ധാകേന്ദ്രം എന്നത് നമുക്ക് എടുത്തു പറയേണ്ടതുമായിട്ട് വരുന്നുണ്ട്. ഡാനി ഇപ്പോൾ ആണ് ചേരുന്നത്. ഡാനി, ഈ കൊച്ചിയിലെയൊക്കെ ഒരു ഒരുക്കങ്ങൾ യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ നടന്നിരുന്നുവെന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വളരെ സജീവമായിട്ടുള്ള നേതാക്കളെ ഇരുഭാഗങ്ങളിൽ നിന്നും മത്സരത്തിനിറക്കിക്കൊണ്ട് ശക്തമായ പോരാട്ടം, അങ്ങനെയൊരു പോരാട്ടത്തിനുള്ള ഇടം നൽകിയിരുന്നു കൊച്ചി. അതിൻ്റെ അവസാന ലാപ്പിലേക്ക് നാളെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ കൊച്ചിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏത് നിലയിലാണ് അവസാനിക്കുന്നത്? അഭിലാഷ, വളരെ ആവേശകരമായ ഒരു മത്സരത്തിൻ്റെ ഒരു അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്ന പോലെയാണ് കൊച്ചിയിൽ. കാരണം തുടക്കത്തിൽ ഇരു മുന്നണികളും തന്നെയും മേൽക്കൈ അവകാശപ്പെട്ടു പോകുന്നെങ്കിൽ ഇപ്പോൾ പൊതുവിൽ അവർ സമ്മതിക്കുന്ന കാര്യങ്ങൾ തന്നെ ആർക്കും മേൽക്കൈ വ്യക്തമായി പറയാൻ കഴിയാത്ത രീതിയിൽ മത്സരം എങ്ങോട്ട് വേണമെങ്കിലും കൈവിട്ട് പോകാവുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മറിയുന്നുണ്ട് എന്നതാണ് വളരെ കൃത്യമായി പറയാനാവുന്നത്. പ്രത്യേകിച്ച് അത് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. കാരണം ഒരു മേൽക്കൈ ആർക്ക് ഒറ്റ ശ്രമത്തിൽ നേടാൻ കഴിയുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നു. UDF വളരെ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയ ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് അതിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. റിബലുകളില്ലാത്ത കൊച്ചി കോർപ്പറേഷൻ എന്ന രീതിയിൽ, മത്സരവേദി എന്ന രീതിയിലെല്ലാമാണ് വിഭാവനം ചെയ്തതെങ്കിലും അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. 13 റിബലുകൾ നേരിട്ട മത്സരത്തിൽ രംഗത്തേക്ക് വന്നിരിക്കുന്നു. 2 സിറ്റിംഗ് കൗൺസിലർമാരടക്കം റിബലുകൾ വന്നത് കുറേയെങ്കിലും അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ശക്തമായ ഒരു മത്സരത്തിലേക്ക് പോകുന്നത് ആരുടെ വോട്ടുകൾ ചോർത്തും, ആർക്ക് ഈ 13 വാർഡുകളിലും കാര്യങ്ങൾ അനുകൂലമാകും എന്നതെല്ലാം തന്നെയാണ് കണക്ക് മാറുന്നത്. ഒപ്പം തന്നെയും 2020 ഈ മത്സര രംഗത്തേക്ക് വരുന്നു എന്നതാണ്. കൊച്ചിൻ കോർപ്പറേഷനിൽ ഏതാണ്ട് 76ഓളം വാർഡുകളുണ്ട്. അതിൽ പകുതിയിലധികം വാർഡുകൾ, ഏതാണ്ട് 50നോടടുത്ത വാർഡുകളിലെല്ലാം തന്നെ 2020 സാന്നിധ്യമുണ്ട്. ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നുണ്ട്. ഇത് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആരുടെ വോട്ടുകൾ ചോർത്തുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ V4 കൊച്ചി എന്ന ഒരു കൂട്ടായ്മ മത്സരരംഗത്തൊക്കെ വെറുതെ ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെയും അത് വലിയ രീതിയിൽ അത് സ്വാധീനങ്ങൾ ചെലുത്തുന്നു. അപ്പോൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡായ രീതിയിലേക്ക് 2020യും ആം ആദ്മി പാർട്ടിയും വളരെ സജീവമായിട്ട് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ അതെങ്ങനെയാണ് എന്നതാണ് പ്രതിഫലിക്കുക. ഒപ്പം തന്നെ BJPക്ക്, NDAക്ക് വലിയ പ്രതീക്ഷകൾ ഇത്തവണ നൽകുന്നൊരിടം കൂടിയാണ് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. നിലവിൽ 5 സീറ്റുകൾ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഇത്തവണ അത് 10ലധികം സീറ്റുകളിലേക്ക് ഉയർത്താനാകുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. പല പ്രമുഖ നേതാക്കന്മാർ തന്നെ നേരിട്ട മത്സരരംഗത്തേക്കെല്ലാം തന്നെ വരുമ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച കാലത്തോളം എത്തുമ്പോൾ തന്നെയും മുന്നണികളുടെ എല്ലാം പ്രമുഖ നേതാക്കൾ തന്നെയും നേരിട്ട് ഇവിടേക്ക് എത്തുകയും പലയിടത്തും തന്നെ ഭവന സന്ദർശനങ്ങൾ നടത്തുകയും എല്ലാം തന്നെ വളരെ ക്രിയാത്മകമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിലേക്ക് മുന്നണി സംവിധാനങ്ങൾ കൂട്ടായി പോകുന്നൊരവസ്ഥ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ തവണ 4 സീറ്റുകളുടെ ഒരു ബലാബലത്തിൽ മുന്നോട്ട് പോയെങ്കിൽ അത് റിബലുകളായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വോട്ടുകൾ ചിതറപ്പെടും എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. അതായത് മുന്നണികൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയാണ് കൊച്ചിയിൽ. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലും അടക്കം അതിശക്തമായ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിലും നിരവധിയായ വിഷയങ്ങൾ ആയിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത്. നാളെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് കൊച്ചി.